തൃശൂർ കൊരട്ടിയിൽ വീട് കയറി ആക്രമിച്ച കേസിൽ യുവാവ് കസ്റ്റഡിയിലായി. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജന്റെ വീടാണ് ആക്രമിച്ചത്. സിന്ധുവിനും മകന്റെ കുഞ്ഞിനും നേരെ അക്രമി വെട്ടുകത്തി ഉയർത്തി ഭീഷണിപ്പെടുത്തി. കാറും വീടിന്റെ ജനൽ ചില്ലകളും തകർത്തിട്ടുണ്ട്. സുരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സുരജി, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ആണ്, CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് സിന്ധു ജയരാജന്റെ വീട് ആക്രമിച്ചതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത്? ഗോപികൃഷ്ണൻ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലാണ്. അതായത് ഈ അശ്വിനെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നു. ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ ഈ അശ്വിൻ സിന്ധുവിനോട് ഈ കേസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടണം, അല്ലെങ്കിൽ ഈ നിയമസഹായത്തിന് വേണ്ടി ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് സിന്ധു ചെയ്തു കൊടുത്തില്ല എന്നും ഇതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. സിന്ധുവിന്റെ വീട്ടിലേക്ക് വെട്ടുകത്തിയുമായാണ് അശ്വിൻ എത്തുന്നത്. പിന്നീട് വീട്ടിലാകെ ഈ അക്രമം സൃഷ്ടിക്കുകയായിരുന്നു. വീടിന് മുന്നിലുണ്ടായിരുന്ന കാറിന്റെ ജനൽ ചില്ലകൾ അടക്കം, കാറിന്റെ ഗ്ലാസുകളും അതുപോലെ തന്നെ വീടിന്റെ ജനൽ ചില്ലകൾ അടക്കം ഈ വെട്ടുകത്തി കൊണ്ട് ഇടിച്ചു തകർത്തു. അതിനുശേഷം ഈ സിന്ധുവിന്റെ കയ്യിൽ അന്നേരം മകന്റെ കുഞ്ഞുമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും മുറ്റത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ആക്രമണം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇവർക്ക് നേരെ വെട്ടുകത്തി ഉയർത്തിക്കൊണ്ട് ഏറെ നേരം ഈ വെട്ടുകത്തിയുടെ മുൻപിൽ ഇവരെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമയം ഇവർ പോലീസിന് വിവരം അറിയിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ആ സമയത്ത് അവർ പറഞ്ഞത്, ഈ പോലീസിന് വിവരം അറിയിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊലപ്പെടുത്തും എന്ന തരത്തിൽ അശ്വിൻ വീണ്ടും വലിയ രീതിയിൽ ഇവരെ ഭീഷണിപ്പെടുത്തുകയും പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ പോലീസ് എത്തിയാണ് ഈ അശ്വിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. എന്തായാലും നേരത്തെയും അശ്വിനെതിരെ കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ശരി, സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.